എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന 10ാം തരം വരെയുള്ള പൊതുപ്രാഥമിക പരീക്ഷയ്ക്ക് ഗണിത വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ. PSC പഠിക്കുന്ന ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രയാസമുള്ള ഭാഗമാണ് ഗണിതം. ഈ വിഭാഗത്തിൽ നിന്ന് പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഉൾപ്പെടെ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സ്ഥിരമായി ഗണിത ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ വിഭാഗത്തിൽ നിന്നും മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു പരീക്ഷകളെ അപേക്ഷിച്ച് 10ാം തരം വരെയുള്ള പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറുള്ളത്. ലഘു ഗണിത വിഭാഗത്തിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും എന്നിങ്ങനെ 8 ടോപ്പിക്കുകളും, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും വിഭാഗത്തിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം എന്നിങ്ങനെ 8 ടോപ്പിക്കുകളുമാണ് ഉള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഗണിതം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ മാത്രമേ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ദിവസവും 2 വീതം ടോപ്പിക്കുകൾ പഠിച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം മുൻവർഷ ചോദ്യപേപ്പറുകൾ സംഘടിപ്പിച്ച് അതിലെ ചോദ്യങ്ങൾ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സംഖ്യകൾ എന്ന ടോപ്പിക്കാണ്. ഗണിതത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, പരിപൂർണ സംഖ്യകൾ, ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ എന്നിങ്ങനെ ഓരോന്നും എന്താണ് എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടായിരിക്കണം. ഗണിതം പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറും 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓരോ മേഖലകളിലും വളരെ എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാൻ അതിൻ്റെ ലളിതമായ സമവാക്യങ്ങൾ ഉണ്ടാകും. അവ ഓരോന്നും കണ്ടെത്തി മനഃപ്പാഠമാക്കിയാൽ ക്രിയകൾ ചെയ്യാനും ഉത്തരത്തിലേക്ക് എത്താനും എളുപ്പമാകും. ഉദാഹരണമായി, തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് n × n+1/2 എന്നത്. അതേപോലെ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യകളുടെ തുക എന്നിങ്ങനെ ഒരുപാട് വഴികൾ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കും. ഭിന്നസംഖ്യകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുന്നതും വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുന്നതും ഉൾപ്പെടെ ഭിന്നസംഖ്യകളുടെ ഹരണം, ഗുണനം, സങ്കലനം, വ്യവകലനം എന്നിവയാണ് സാധാരണ കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ. 10ാം തരം വരെയുള്ള പൊതു പ്രാഥമിക പരീക്ഷയുടെ ഗണിതത്തിൻ്റെ സിലബസ് തന്നെയായിരുന്നു 2024 ഒക്ടോബർ മാസത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നത്. അതിലെ ഗണിത ചോദ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കും വിട്ടുകളയാതെ മുഴുവനായും പഠിക്കേണ്ടതുണ്ട്. കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഗണിത വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ. എക്സാം കാപ്സ്യൂൾ.